2013 അത്ലറ്റിക്കോ മാഡ്രിഡിൽ നിന്നും പുറത്താക്കപ്പെട്ട ഒരു താരം ഫിസിക്കലി സ്ട്രോങ് അല്ല എന്നായിരുന്നു കാരണം. പിന്നീട് VRL ചേരുകയും തന്റെ ഹാർഡ് വർക്ക് കൊണ്ട് 2018 ഇതേ അത്ലറ്റിക്കോ തന്നെ അദ്ദേഹത്തെ വീണ്ടും സൈൻ ചെയ്യുന്നു. 25 മില്യൺ. ഒറ്റ സീസൺ മാത്രം അവിടെ കളിച്ച് പിന്നീട് അയാൾ പോകുന്നത് പെപ്പിന്റെ മാൻ സിറ്റിയിലേക്കാണ്. പിന്നീട് നടന്നത് ചരിത്രം. അന്ന് ശാരീരിക ക്ഷമത ഇല്ല എന്ന് പറഞ്ഞ് റിലീസ് ചെയ്ത ആ വ്യക്തി ഇന്ന് ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച ഡിഫൻസീവ് മിഡ്ഫീൽഡ് താരമാണ്. ഹിസ് നെയിം ഈസ് റോഡ്രിഗോ ഹെർണാണ്ടസ് അഥവാ റോഡ്രി. 30കാരൻ ഇന്ന് ലോക ഫുട്ബോളിൽ നേടാൻ ബാക്കി ഒന്നുമില്ല. ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറായി നേടാവുന്നതിലും അപ്പുറം അദ്ദേഹം നേടിയെടുത്തിരിക്കുകയാണ്. ക്ലബ്ബ് തലത്തിൽ പ്രീമിയർ ലീഗും ചാമ്പ്യൻസ് ലീഗും FA കപ്പും കമ്മ്യൂണിറ്റി ഷീൽഡും EFLും അങ്ങനെ ഡൊമസ്റ്റിക് കപ്പുകൾ വേറെയും രാജ്യത്തോടൊപ്പം യൂറോ കപ്പും നാഷൻസ് ലീഗും വേൾഡ് കപ്പും വ്യക്തിഗത നേട്ടമായിട്ട് ബാലൻഡിയറും യൂറോയിലെ ബെസ്റ്റ് പ്ലെയറും ഇപ്പോൾ ഇതാ ഈ വേൾഡ് കപ്പിലെയും ബെസ്റ്റ് പ്ലെയർ. വാട്ട് എ കരിയർ! ഒരു താരത്തിന് ലഭിക്കാവുന്നതിലും അപ്പുറം ആ മനുഷ്യൻ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ട് നേടിയെടുത്തിരിക്കുകയാണ്. ലോക ഫുട്ബോളിൽ വേൾഡ് കപ്പും ചാമ്പ്യൻസ് ലീഗും ബാലൻഡിയറും ഒരുമിച്ച് നേടുന്ന താരങ്ങൾ ലോകത്ത് വളരെ ചുരുക്കം താരങ്ങൾ മാത്രമേ ഉള്ളൂ. ആ ലിസ്റ്റിലേക്കാണ്, ആ പട്ടികയിലേക്കാണ് റോഡ്രി ഇടം പിടിച്ചിരിക്കുന്നത്. 2024 സെപ്റ്റംബറിൽ ആർസണൽ സിറ്റി മത്സരത്തിലാണ് റോഡ്രിക്ക് പരിക്ക് പറ്റി പുറത്തു പോകേണ്ടി വരുന്നത്. അതിനുശേഷം റോഡ്രിയെ തിരിച്ചു ലഭിക്കില്ല എന്നായിരിക്കും എല്ലാവരും കരുതിയിട്ടുണ്ടാവുക. 2026 അദ്ദേഹം പൂർണ്ണമായിട്ടും കളിക്കളത്തിൽ എത്തിയതിൽ പിന്നെ റോഡ്രിയുടെ ഒരു പുതിയ വെർഷനായിരുന്നു നമ്മളെല്ലാവരും കണ്ടത്. സ്പെയിൻ നിരയെ ലൂയിസ് തെലാഫിയൻറെ നയിക്കുമ്പോൾ ആ സ്കോഡിന്റെ കടിഞ്ഞാൻ റോഡ്രിയുടെ കരങ്ങളിലായിരുന്നു. ബുസ്കറ്റ്സിന്റെ കളിയുമായിട്ട് റോഡ്രിയുടെ കളിയിൽ സാമ്യമുണ്ടെന്ന് പറയുമ്പോഴും അറ്റാക്കിങ്ങിലേക്കും ഒരുപോലെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു താരമാണ് റോഡ്രി. ഈ വേൾഡ് കപ്പിലെ ബെസ്റ്റ് പ്ലെയർ ആണ്. 8 ഗോളുകളും 4 അസിസ്റ്റുമുള്ള ലിയണൽ മെസ്സിയേക്കാളും ഫിഫ തെരഞ്ഞെടുത്തത് ഒറ്റ ഗോൾ കോൺട്രിബ്യൂഷനും ഇല്ലാത്ത റോഡ്രിയാണ്. ആർക്കും പരാതികളില്ല, പരിഭവങ്ങളില്ല. കാരണം ആ അംഗീകാരം എത്തിയത് അർഹിച്ച കരങ്ങളിൽ തന്നെയാണ്. 790 പാസുകൾ, വേൾഡ് കപ്പിലെ ഉയർന്ന റെക്കോർഡ്, 93.20% പാസിംഗ് ആക്യുറസി, 26 ടാക്കിളുകൾ, വേൾഡ് കപ്പിലെ ഏറ്റവും കൂടുതൽ. ഗോൾ കോൺട്രിബ്യൂഷൻ ഇല്ലാതെ കളിക്കളത്തിൽ അദ്ദേഹം കാട്ടിയ സമാനതകളില്ലാത്ത പ്രകടനത്തിന് ലഭിച്ച ഈ പുരസ്കാരം ഗോളോ അസിസ്റ്റോ ഇല്ലാതെ ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഔട്ട്ഫീൽഡ് താരമായിട്ട് റോഡ്രി മാറിയിരിക്കുകയാണ്. അതുമാത്രമല്ല, ടൂർണമെന്റിൽ റോഡ്രി നയിക്കുന്ന ആ ഡിഫൻസ് കൺസീഡ് ചെയ്തത് ഒറ്റ ഗോള് മാത്രമാണ്. സ്പാനിഷ് മധ്യനിരയുടെ നിയന്ത്രണം പൂർണ്ണമായും ഏറ്റെടുത്ത് ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ട് കളിയുടെ താളം നിയന്ത്രിച്ചാണ് സ്പാനിഷുകാർക്ക് സ്പെയിന് ഈ വേൾഡ് കപ്പ് റോഡ്രി സമ്മാനിച്ചിട്ടുള്ളത്. ഈ വേൾഡ് കപ്പിലെ ഒരു ക്ലാസിക് പോരാട്ടമായിരുന്നു സ്പെയിൻ വേഴ്സസ് ഫ്രാൻസ് മത്സരം. മത്സരത്തിൽ സ്പെയിൻ വിജയിക്കുമ്പോൾ റോഡ്രിയുടെ നീരിൽ അകപ്പെട്ട ഒരു വ്യക്തി ഉണ്ടായിരുന്നു, മൈക്കിൾ ഒലീസെ. ടൂർണമെന്റിൽ ഉടനീളം മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്ന ഒരു വ്യക്തി, ഡംബലിലേക്കും എംബാപ്പയിലേക്കും കണക്ട് ചെയ്തിരുന്ന മനുഷ്യൻ. ആ കണക്ഷനാണ് ലൂയിസ് തെലാഫിയന്റെ റോഡ്രിയിലൂടെ കട്ട് ചെയ്തത്. റോഡ്രിയെ മറികടന്നുകൊണ്ട് സ്പാനിഷ് ഡിഫൻസിന്റെ ലൈൻ ബ്രേക്ക് ചെയ്യുന്ന പാസുകൾ മുന്നേറ്റത്തേക്ക് ഒലീസക്ക് നൽകാൻ സാധിച്ചില്ല. അത് സാധിക്കാതെ വന്നതോടെ എംബാപ്പക്ക് മുന്നേറ്റത്തിൽ ഗോളടിക്കാൻ സാധിച്ചില്ല. സ്പെയിന് വിജയിക്കുന്നു, ഫ്രാൻസ് പരാജയപ്പെടുന്നു, റോഡ്രി ഔട്ട് ക്ലാസ് ചെയ്യപ്പെട്ടു. പെപ്പിനോടൊപ്പം സിറ്റിയിലും പൊസൻ ഗെയിം കളിക്കുന്ന റോഡ്രിക്ക് ലൂയിസ് തെലാഫിയന്റെ കീഴിലും ആ സിസ്റ്റത്തോട് ഏകിച്ചേരാൻ പെട്ടെന്ന് സാധിച്ചിരുന്നു. ആ 2 സ്കോഡിലും ഇദ്ദേഹമായിരുന്നു കളി നിയന്ത്രിച്ചിരുന്നത്. 7 സീസണുകൾ മാൻ സിറ്റിയിൽ കളിച്ച ആ ലോകകപ്പ് ജേതാവിനെ തേടി റയൽ മാഡ്രിഡ് ശക്തമായിട്ട് ഒപ്പമുണ്ട്. ഭാവിയിൽ തനിക്കൊരു മികച്ച ക്ലബിന്റെ അവസരം എത്തിയാൽ താൻ നിരസിക്കില്ലെന്നും ഭാവിയിൽ സ്പെയിനിലേക്ക് മടങ്ങാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും മുമ്പൊരിക്കൽ റോഡ്രി പറഞ്ഞിട്ടുണ്ട്. റോഡ്രിയുടെ ഭാഗത്തു നിന്ന് പോസിറ്റീവ് ആണെങ്കിൽ കൂടി റയൽ മാഡ്രിഡിന്റെ ഭാഗത്തു നിന്ന് ഒരു ഒഫീഷ്യലായിട്ടുള്ള കൺഫർമേഷൻ ഒന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. അന്ന് മാൻ സിറ്റിയിൽ തന്റെ സുവർണകാലത്ത് ഒപ്പമുണ്ടായിരുന്ന പലരും ഇന്ന് അവിടെ ഇല്ല എന്ന യാഥാർത്ഥ്യത്തിലാണ് റോഡ്രി അവിടെ ജീവിക്കുന്നത്. ബെർണാർഡോ സിൽവ, പെപ് ഗാർഡിയോള, കെവിൻ ഡി ബ്രൂയ്ന ഇവരാരും ഇന്ന് മാൻ സിറ്റിയിലില്ല. ആ 30കാരനെ തേടി ആര് രംഗത്തെത്തിയാലും അതിന് അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല.